ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ഒരു പീരങ്കി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളെ പ്ലാൻ എന്തിനാണെന്ന് പറഞ്ഞാൽ 3 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്, അതിനൊത്ത ഒരു അടപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിത് ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് വെൽഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹോൾ ഇടും. ഹോൾ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളെ പടക്കത്തിൻ്റെ തിരി വെളിയിലോട്ട് എടുക്കാനാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ പീരങ്കി. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ദൂരിയിട്ട് നമുക്കിത് ഈ ഡോർ തുറക്കണം. എന്നിട്ട് ഈ പടക്കം താണ്ട് ഒരു ഹോളിൽ കൂടി നമ്മൾ താഴോട്ടിറക്കി വയ്ക്കുന്നു, അടയ്ക്കുന്നു, തിരിച്ച് ലോക്ക് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയാലോ? പോവാ. അപ്പോൾ നമ്മളെ പ്ലാൻ ഇതാണ്. നമ്മളടുത്ത് 2 പീരങ്കിയുണ്ട്. അത് കണക്ക് 2 ടീമാക്കിയാണ്. നമ്മളെ പയ്യന്മാരാണ് ഇരിക്കുന്നത് മൊത്തം. അപ്പോൾ യവന്മാരെ 2 ടീമായിട്ട് നമ്മൾ തിരിച്ചിട്ട് 2 സൈഡിൽ നിന്നും ആരാണ് ഏറ്റവും നന്നായിട്ട് പൊട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഐറ്റം ഒരു രക്ഷയില്ല. ചെവിയുടെ ഡൈപ്പർ അടിച്ചു പോയി. ഈ സൗണ്ട് എനിക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ വീഡിയോയിൽ. പക്ഷേ ലൈവ് വന്നു കഴിഞ്ഞാൽ നെഞ്ചി കിടന്ന ഒരു അടിയാണ്. അമ്മാതിരി സൗണ്ട് കണ്ടു കിടക്കും. ഇമ്മാരുള്ള പ്ലാനാണ്. സൂക്ഷിച്ചൊക്കെ കത്തിക്കണം കേട്ടാ. ഇതാരും വീട്ടിൽ അനുകരിക്കരുത്. പിന്നെ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേക ട്രെയിനിങ് ഉള്ള പിള്ളേരാണ് അവന്മാരെ. നമ്മളെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ അത്താപ്പൂണ കത്തുന്ന സാധനമാണ്. ഇത് മണ്ട വെച്ച് കത്തിച്ചിട്ട് ഒരു അമിട്ട് വെച്ച് അതിനെ അടിച്ച് പൊക്കാൻ പറ്റൂലെന്ന് നമ്മൾ നോക്കാം. ഓക്കെ. അപ്പം ഞാൻ എന്തായാലും ഉമ്മാരെ ടീമിലോട്ട് ജോയിൻ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ സെറ്റാക്കാം. കട്ടിക്ക് വെക്കണം. ഇതെങ്ങനെ എടുക്കുന്നത്? അമിട്ടാണോ? എന്റെ പ്ലാൻ എന്തായാലും ഒത്തില്ലായിട്ടുണ്ടാവും. ഒരു വേറെ എന്തൊക്കെ വലുതായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്.
അപ്പോൾ നമ്മളെ പീരങ്കി നല്ല കിടിലായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് അത്ര എത്തിയിട്ടില്ല. പക്ഷേ നമ്മളെ പയ്യന്മാരൊക്കെ നല്ല ഹാപ്പിയായിരുന്നു. പിന്നെ നമ്മൾ വല്ല കുപ്പിയ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഫയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരത്ത് നമുക്ക് ഫയർ ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമ്മൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാണ്, അത് തെറിച്ച് പെർത്തൊക്കെ വീണ് എന്തെങ്കിലുമൊക്കെ അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒന്ന് പരിഗണിക്കുക. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മനസ്സിലാക്കും.